കാനത്തിൽ ജമീലയാണ് അന്തരിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPM നേതാവ് KK ശൈലജ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. KK ശൈലജ ഒരു MLA ആണ്. കാനത്തിൽ ജമീല അന്തരിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ്. വലിയ നഷ്ടം തന്നെയാണ്. മാത്രമല്ല അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പ്രയാസമാണ് മനസ്സിലുള്ളത്. കാരണം എനിക്ക് വ്യക്തിപരമായും ജമീലയോട് ഭയങ്കര അടുപ്പായിരുന്നു. എന്നെ ഒരു സ്വന്തം ജ്യേഷ്ഠത്തിയെ പോലെ കണ്ടുകൊണ്ട് വന്ന് എൻ്റെ അടുത്തിരുന്ന് കാര്യങ്ങളെല്ലാം പങ്കുവെക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ജമീലക്ക്. ചെറിയ പ്രശ്നങ്ങൾ പോലും വന്നിട്ട് എൻ്റെ അടുത്ത് പറയായിരുന്നു. ഈ അസുഖം ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത ഉടനെ തന്നെ ജമീല എന്നെ വിളിച്ച് പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്കൊന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു സാരമില്ല, അതിനൊക്കെ ചികിത്സയുണ്ട്, നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചു. ഞാനും വിചാരിച്ചത് ഇതിനെ അതിജീവിച്ച് ജമീലക്ക് വരാൻ കഴിയുമെന്നാണ്. പക്ഷേ ഇതൊരു സ്പ്രെഡിങ് ടൈപ്പ് ആയിരുന്നു. അതിന്റെ സ്റ്റേജ് കുറച്ച് കൂടുതലായി മാറിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ കീമോ ഒക്കെ ചെയ്തിട്ടും ജമീലയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ചിരിച്ചുകൊണ്ട് അടുത്ത് വന്നിരുന്ന് വളരെ ഒരു പതിഞ്ഞ ശബ്ദത്തിൽ എന്നാൽ കരുത്തുറ്റ രീതിയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. ജമീല നമ്മളെ വിട്ടുപോയി എന്നുള്ളത് ആലോചിക്കാനേ കഴിയുന്നില്ല. പക്ഷേ സത്യം നമ്മൾ അംഗീകരിച്ചല്ലേ മതിയാവും. CPM സംബന്ധിച്ചിടത്തോളം ഒരു നല്ല MLA, അസംബ്ലിയിൽ നന്നായിട്ട് പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, നല്ല ഭാഷയിൽ എന്നാൽ കരുത്തുറ്റ രീതിയിൽ വിമർശനങ്ങളടക്കം നടത്താൻ കഴിയുന്ന ഒരു നല്ല സഖാവിനെയാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്താ ചെയ്യാൻ സാധിക്കുക നമുക്ക്? ടീച്ചർ, ഈ പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതാണ്, MLA വരെ എത്തി. അത്രയ്ക്ക് മികവുറ്റതായിരുന്നു ജമീലയുടെ പ്രവർത്തന മികവെന്ന് തന്നെ പറയാമല്ലേ? തീർച്ചയായിട്ടും. അസംബ്ലിയിൽ ഇത്തിരി വൈകി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെല്ലാം ഏകദേശം ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അസംബ്ലിയിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ ജമീല നേരത്തെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിരുന്നു. നല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, എനിക്ക് നന്നായിട്ട് അതറിയാം. അതുപോലെ MLA ആയപ്പോ ചിരപരിചിതരെ പോലെ നേരത്തെ 2-3 തവണ MLA ആയ ആളുകളുടെ അതേ രീതിയിൽ നല്ല പ്രവർത്തനാനുഭവം അവർക്കുണ്ട്. വികസനത്തിന്റെ, കൊയിലാണ്ടി മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി എല്ലാ മന്ത്രിമാരെടുത്തും ഇടപെടാനും കിട്ടുന്നതെല്ലാം കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോകാനും ജമീല ശ്രമിച്ചിരുന്നു. അപ്പോൾ നല്ല പരിചയമുള്ള ഒരു MLA പോലെ തന്നെയാണ് ആദ്യത്തെ തവണ MLA ആയപ്പോ തന്നെ ജമീല പെരുമാറിയത്. ഇപ്പോൾ വളരെ കഴിവുള്ളൊരു വനിതാ സഖാവായിരുന്നു. അവരുടെ നഷ്ടം പൊതുവെ സ്ത്രീ സമൂഹത്തിനും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും എല്ലാം വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജമീല നമ്മളെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് വിശ്വസിച്ചേ മതിയാവുള്ളൂ. പക്ഷെ നല്ല പ്രയാസമുണ്ട് ആ കാര്യം ഉൾക്കൊള്ളാൻ. ശരി, വളരെ നന്ദി KK ശൈലജ ഈ അവസരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്.